നമസ്കാരം, ഇത് IBN മലയാളം. 56 വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുമലയിൽ നിന്നും കണ്ടെത്തിയ വീരസൈനികന്റെ ഭൗതികദേഹം ജന്മനാട് ഏറ്റുവാങ്ങി. ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു ശവസംസ്കാരത്തിനാണ് ഇലന്തൂർ ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. അരനൂറ്റാണ്ടിനപ്പുറം പൊലിഞ്ഞുപോയെന്ന് കരുതിയിരുന്ന ചെറുപ്പക്കാരനായ ഒരു സൈനികന്റെ ചേതനയേറ്റ ശരീരം ജന്മനാടും കുടുംബവും ഏറ്റുവാങ്ങി മതാചാരപ്രകാരം സംസ്കരിച്ചു. എയർഫോഴ്സിൽ ക്രാഫ്റ്റ്സ്മാനായിരുന്ന ഇലന്തൂർ ഒഡാനിൽ പൊന്നൻ എന്ന് വിളിക്കുന്ന തോമസ് ചെറിയാൻ 1968 ഫെബ്രുവരി 7-നുണ്ടായ വിമാന അപകടത്തിലാണ് മരണപ്പെട്ടത്. ഇന്ത്യൻ വ്യോമസേനയുടെ AN-12 ഇരട്ട എഞ്ചിൻ വിമാനം 102 പേരുമായി ചണ്ഡീഗഡിൽ നിന്ന് ലഡാക്കിലേക്ക് പറക്കുന്നതിനിടയിലായിരുന്നു അപകടം. കുളു ജില്ലയിലെ റോഹ്താങ് ചുരത്തിന് മുകളിൽ വെച്ച് വിമാനം മഞ്ഞുമലകൾക്കിടയിലേക്ക് തകർന്നു വീണു. 22-ാം വയസ്സിലാണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ടത്. അന്നു മുതൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും പിന്നീട് നിർത്തിവെച്ചു. വാജ്പേയി സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് തിരച്ചിൽ പുനരാരംഭിച്ചതും സംഭവത്തിൽ വഴിത്തിരിവായതും. ഈ സെപ്റ്റംബർ 30-നാണ് തിരച്ചിൽ സംഘം മഞ്ഞുമലകൾക്കിടയിൽ തോമസ് ചെറിയാന്റെ ഭൗതികദേഹം കണ്ടെത്തിയത്. ധീരജവാന് ആദരമർപ്പിക്കാൻ ഇന്നലെ രാവിലെ മുതൽ ജനങ്ങൾ പാതയോരത്ത് കാത്തുനിന്നു. രാവിലെ 10:30ഓടെയാണ് സൈനിക വാഹനത്തിൽ ഭൗതികദേഹം ഇലന്തൂരിലെത്തിച്ചത്. തുടർന്ന് ഭവനത്തിലും കാരൂർ സെന്റ് പീറ്റേഴ്സ് വലിയ പള്ളിയിലും ശുശ്രൂഷകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിച്ചു. പള്ളിയിലെ ശുശ്രൂഷകൾക്ക് കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെത്രാപ്പോലിത്തമാരായ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ്, യുഹാനോൻ മാർ ദിയസ്കോറസ്, യുഹാനോൻ മാർ പോളികാർപ്പസ്, ജോസഫ് മാർ ദിവനാസിയോസ്, ജോഷുവ മാർ നിക്കോദിമോസ്, എബ്രഹാം മാർ സെറാഫിം എന്നിവർ ദേവാലയത്തിലും ഭവനത്തിലുമായി നടന്ന ശുശ്രൂഷകളിൽ കാർമ്മികരായിരുന്നു. സൈന്യത്തിന്റെ പൂർണ്ണ ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ധീരജവാന് ആദരമർപ്പിക്കാൻ എത്തിയവരിൽ അദ്ദേഹത്തെ അറിയുന്നവരോ കണ്ടിട്ടോ പോലുമില്ലാത്തവരായിരുന്നു കൂടുതലും. ഒരു സൈനികനോടുള്ള രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ആദരവ് പ്രകടമാകുന്നതായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ന്യൂസ് ഡെസ്ക് IBN മലയാളം. വിദേശ ജോലി ഇനി വിദൂരമല്ല. നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മൻ എന്നിവിടങ്ങളിൽ PR ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ PR സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു. ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി 1 വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു. കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ്. IELTS ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ്. ഫോർ മോർ ഡീറ്റെയിൽസ്, നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസ് ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഫോൺ നമ്പർ 7736106346 8714555646.